ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ഈസി പുഡിംഗ് ആണ്. അപ്പം എല്ലാവർക്കും ഈസിയായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. 4 ഇൻഗ്രീഡിയൻസ് ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസാക്കി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. തരിതരി ഒന്നും കാണല്, നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളത് ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത അതേ മിക്സിയിൽ തന്നെ ചേർത്താൽ മതിയായിരിക്കും. പഞ്ചസാര നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായി പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് പാല് ഒരു പാനിൽ അടുപ്പിൽ വെക്കാം. ഒരുമാതിരി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്ത ഇടയ്ക്ക് കട്ടയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരിക്കും. നമ്മളത് നന്നായി കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഉണ്ടാക്കാനുള്ളത് പഞ്ചസാരപ്പാനിയാണ്. അതിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി അത് മിക്സ് ചെയ്യാം. അത് ഇനി ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മൾ എടുക്കാവുള്ളൂ. ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് അടിയിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അതിലേക്ക് ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു അപ്പച്ചമ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ റിങ് ഇറക്കി വെച്ച് വെള്ളമൊഴിച്ച് അതിലേക്കാണ് നമ്മൾ കേക്കിൻ്റെ ഇത് വെക്കുന്നതിൽ ഒരു മുറുക്കമുള്ള അടപ്പോ അല്ലെങ്കിൽ നമ്മൾ പാത്രം വെച്ചിട്ട് കല്ലോ വല്ല ഇട്ട് നല്ല മുറുക്കമായിട്ട് അടച്ച് വെക്കണം. ആവി വെള്ളം ഒട്ടും അതിൽ വീഴാൻ പാടില്ല. നമ്മുടെ പുഡിങ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട് എന്നൊന്നുമില്ല. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം ഞാനിത് കട്ട് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇതിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അങ്ങ് നീക്കുക.